ഹലോ. വൈക്കങ്കാരുടെ സ്വകാര്യ അഹങ്കാരമായ തിരുവൈക്കത്തപ്പൻ്റെ തൃക്കൊടിയേറ്റാണ് ഇന്ന്. ഒരു നാടിനെ മുഴുവൻ ഉത്സവ ലഹരിയിൽ ആഴ്ത്തിക്കൊണ്ട് വീണ്ടും ഒരു അഷ്ടമിക്ക് തുടക്കമായിരിക്കുകയാണ്. വൈക്കങ്കാർക്ക് ഇനിയുള്ള 12 ദിവസങ്ങൾ ആഘോഷത്തിൻ്റെ ദിവസങ്ങളാകുന്നു. ഞങ്ങളവിടെ എത്തിയപ്പോഴേക്കും അത്യാവശ്യം നല്ല രീതിയിൽ തിരക്കായി തുടങ്ങിയിരുന്നു. വൈക്കങ്കാരുടെ ദേശീയ ഉത്സവം എന്ന് വേണമെങ്കിൽ വൈക്കത്തഷ്ടമിയെ പറയാം. വൈക്കങ്കാർക്ക് ഓണവും വിഷുവും പോലെ തന്നെ പ്രധാനപ്പെട്ട ഒന്നാണ് വൈക്കത്തഷ്ടമി. ശ്രീമഹാദേവൻ പരമേശ്വര രൂപത്തിൽ പത്നീസമേതനായി വ്യാഘ്രപാദ മഹർഷിയുടെ മുന്നിൽ ദർശനം നൽകിയതിൻ്റെ ഓർമ്മയ്ക്കായാണ് ഇന്നും വൈക്കത്തഷ്ടമി ആഘോഷിക്കുന്നത്. ലോകത്തിൻ്റെ എവിടെയാണെങ്കിൽ പോലും വൈക്കങ്കാർ അഷ്ടമി ആഘോഷിക്കാൻ എത്താറുണ്ട്. അത്രയ്ക്ക് പ്രധാനപ്പെട്ടതാണ് വൈക്കത്തഷ്ടമി. जटाटवीगलज्जलप्रवाहपावितस्थले कलेवलम्ब्यलम्बितां भुजङ्गतुङ्गमालिकाटमड्डमड्डमड्डमन्निनादवड्डमर्वयं चकार चण्डताण्डवं तनोतु नः शिवः शिवम् जटाकटाह सम्भ्रम भ्रमन्निलिम्ब निर्झरी विलोल वीचि वल्लरी विराजमान मूर्धनि भगड् कट्ट पावके किशोर चन्द्रशेखरे रति प्रतिक्षणं मम धराधरेन्द्र नन्दिनी विलास बन्धु बन्धुरस्फुरद्दिगन्त सन्तति प्रमोदमान मानसे कृपा कटाक्ष धोरणी निरुद्ध दुर्धरापदि क्वचिद्दिगम्बरे मनो विनोदमेतु वस्तुनि जटाभुजंग पिंगल स्फुरत् फणामणि प्रभा कदम्ब कुङ्कुमद्रव प्रलिप्त दिग्वधूमुखे मदान्ध सिन्धुर स्फुरत्वगुत्तरीय मेधुरे मनो विनोदमद्भुतं बिभर्तु भूत भर्तरि ओम नमः शिवाय. കൊടിയേറ്റ് ദിവസമായ ഇന്ന് 3 ആനകളാണ് ഉണ്ടായിരുന്നത്. മുണ്ടക്കൽ ശിവനന്ദൻ, പോളക്കുളത്ത് വിഷ്ണുനാരായണൻ, കുളമാക്കിൽ പാർത്ഥസാരഥി എന്നിവരായിരുന്നു ഇന്നുണ്ടായിരുന്ന ആനകൾ. ഇനി അങ്ങ് പോകുന്തോറും ആനകളുടെ എണ്ണവും കൂടി വരും. അഷ്ടമിയുടെ ഏറ്റവും പ്രധാന ദിവസം ആറാട്ട് ദിവസമാണ്. സൂര്യപത്മാസുരനെയും താരകാസുരനെയും വധിച്ച് വിജയിച്ചു വരുന്ന സുബ്രഹ്മണ്യനെ അച്ഛൻ ആഘോഷത്തോടെ എതിരേൽക്കുന്നു. കൂടെ ചുറ്റുമുള്ള ക്ഷേത്രങ്ങളിലെ ഭഗവതിമാരെയും സ്വീകരിക്കുന്നു. തുടർന്ന് കുടിയെഴുന്നള്ളത്തും വലിയ കാണിക്കയും നടക്കുന്നു. അതിനുശേഷം ഉദയനാപുരത്തപ്പന്റെ വിടപറച്ചിലാണ്. കണ്ടു നിൽക്കുന്നവർക്ക് പോലും വേദനാജനകമാണ് ആ കാഴ്ച. വാദ്യോപകരണങ്ങൾ നിർത്തി വിളക്കുകൾ അണച്ച് ഉദയനാപുരത്തപ്പൻ യാത്രയാകുന്നു. പിറ്റേന്ന് ഉദയനാപുരം ക്ഷേത്രക്കുളത്തിലാണ് വൈക്കത്തപ്പന്റെ ആറാട്ട് നടക്കുന്നത്. ആറാട്ട് കഴിഞ്ഞ് ഭഗവാൻ വരുന്നതോടുകൂടി അഷ്ടമി അവസാനിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.
Chant.